എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗോകുവിന് തൊട്ടു പിന്നാലെ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ബാറ്റ്സ്മാൻ ആ ചിന്ന പയ്യൻ അങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തുകയാണ്. അവരാണെങ്കിൽ കാര്യം തിരക്കും. അതിന് ആങ്കർ പറയും ഒരു വലിയ മോൺസ്റ്റർ ഇവിടേക്ക് വന്നു. അവന്റെ കയ്യിലുള്ള എന്തോ ഒരു ബോളും സാധനങ്ങളും അത് തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു. മൊട്ടപ്പൻ അത് തടഞ്ഞു. പക്ഷേ അവ മൊട്ടപ്പനെ അതിന് പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞു. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. എല്ലാവരും ഷോക്കായി ഇപ്പൊ മൊട്ടപ്പനെ തന്നെ നോക്കും. ഗോകുവിനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും ഇത് ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല. ബൊൽമ, നിന്റെ കയ്യിൽ ആ ഡ്രാഗൺ റഡാറില്ലേ ആണെങ്കിൽ അത് കേട്ട് അത് ഗോകുവിന് കൊടുക്കും. ഗോകു ആണെങ്കിൽ ആ റഡാറുമായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഗോകുവെ തടയാൻ ശ്രമിക്കും. ഗോകു അത് മൈൻഡ് പോലും ചെയ്യാതെ പുറത്തേക്ക് അങ്ങനെ ചാടി ഓടും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോ മൊട്ടപ്പനെ കയ്യിലെടുക്കും. അവന്റെ കണ്ണുകൾ അത് പതിയെ അടച്ച് അവരങ്ങനെ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ വന്ന ആളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും തന്നെ അത് ആരാണെന്ന് മനസ്സിലാവില്ല. ഇതാ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ലൊക്കേഷനിലേക്ക് വന്ന് ആ ഒരു റഡാർ അത് ഓപ്പൺ ചെയ്യും. അതിൽ രണ്ട് ഭാഗത്ത് രണ്ട് ഡ്രാഗൺ ബോൾസ് കാണിക്കും. അതിലേത് ഡ്രാഗൺ ബോൾ ആണെന്ന് അവന് മനസ്സിലാവില്ല. കട്ട് ചെയ്ത ഇവിടെ പന്നിക്കുട്ടൻ അവനാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു പേപ്പർ അതെല്ലാവരെയും കാണിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ആ പേപ്പർ മേടിച്ച് അതിലേക്ക് നോക്കും. അതിലെ സിമ്പിൾ കണ്ട് ആളങ്ങനെ ഷോക്ക് ആവുകയാണ്. കിങ് സിബലു, അദ്ദേഹത്തിന്റെ സിമ്പിളാണ് ഇതിലുള്ളത്. നമ്മുടെ ആൾക്കാരെല്ലാവരും പരസ്പരം നോക്കും. ഉടനെ ആ മാർഷൽ ആർട്സ് മാൻ പറയും, അദ്ദേഹത്തെ എനിക്കറിയാം, അദ്ദേഹം ഒരു ലെജൻഡറി മാർഷൽ ആർട്സ് മാനാണ്. മാസ്റ്റർ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന സ്റ്റോറി അതിപ്പോൾ എല്ലാവരോടും പറയും. അത് ഡാർക്ക്നെസ്സിൽ നിന്നും വന്നിട്ടുള്ള ഒരു മോൺസ്റ്റർ ആണ്. അതെല്ലാവരും അറ്റാക്ക് ചെയ്യും. ഒരുപാട് ഐലാൻഡുകളിലേക്ക് മാറിപ്പോയി അവിടെയുള്ള ജനങ്ങളെ എല്ലാം അത് ദ്രോഹിക്കും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഹോബി. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഒരു മോൺസ്റ്റർ മാനെ കാണിക്കും. അതാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് അവിടെയുള്ളവരെ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഒരുപാട് ഡൈനോസേഴ്സും സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുന്ന കണ്ട ഒരാള് ഇരുമ്പ് റാഡ് ഉപയോഗിച്ച് അതിനെ ആഞ്ഞടിക്കും. പക്ഷെ അടുത്ത നിമിഷം അതിന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു റാഡ് തന്നെ തകർത്ത് ആളെ അറ്റാക്ക് ചെയ്യും. അവിടെയുള്ള സോൾജേഴ്സ് ആണെങ്കിൽ വലിയ വലിയ ഗണ്ണൊക്കെ ഉപയോഗിച്ച് അവറ്റകളെ ഷൂട്ട് ചെയ്യും. പക്ഷെ അവറ്റകളാണെങ്കിൽ അവരെയും അറ്റാക്ക് ചെയ്ത് അവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞ് മാർഷൽ ആർട്സ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു വരും. അവിടെയുള്ള മാർഷൽ ആർട്സ് മാസ്റ്റേഴ്സ് എല്ലാവരും ഒന്നിച്ചു നിന്ന് അവറ്റകളെ ചെറുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യും. പക്ഷെ അവറ്റകളുടെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് അവറ്റകൾ ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും. അവസാനമായിട്ട് അവശേഷിച്ച രണ്ടുപേര് അവരാണെങ്കിൽ ഒരുപാട് നേരം അവറ്റകളുമായിട്ട് പോരാടും. അവറ്റകളെല്ലാം തന്നെ വലിയൊരു പവർ അവർക്ക് നേരെ ഉപയോഗിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് ആ പവർ ഡൈവേർട്ട് ചെയ്ത് ആ ബീസ്റ്റുകളെ എല്ലാം ഇല്ലാതാക്കി. പക്ഷെ എന്താ, അവർക്കൊരു കനത്ത വെല്ലുവിളിയായി ആ ബീസ്റ്റുകളുടെ എല്ലാ നേതാവ് അവിടേക്ക് ചാടി വീണ് അവരുമായിട്ട് വീണ്ടും പൊരിഞ്ഞ പോരാട്ടം. അവിടേക്ക് വന്ന ആ ഒരു നേതാവാണെങ്കിൽ ഒരൊറ്റ സ്നാപ്പില് അവിടെ ഉണ്ടായിരുന്ന ആ ബിൽഡിംഗ് മുഴുവനായിട്ടും തകർത്തില്ലാതാക്കി. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്കിൽ ആ ബീസ്റ്റ് അതാണെങ്കിൽ ആ രണ്ട് ബിസിനസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന അതേ സമയം ഇപ്പൊ അവരുടെ മാസ്റ്റർ ആളവിടേക്ക് കടന്നു വരികയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അതിനോട് അവിടുന്ന് കടന്നു പോകാനായിട്ട് ആവശ്യപ്പെടും. പക്ഷെ അതാണെങ്കിൽ ആ മാസ്റ്ററിനെ അതിന്റെ വിരൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാണ്. ഒരു വലിയ പവർ ഇപ്പൊ മാസ്റ്ററിന്റെ ബോഡിയിൽ വന്ന് ഹിറ്റ് ചെയ്യും. മാസ്റ്റർ ആണെങ്കിൽ ആ ഒരു പവറിൽ പെട്ട് അടിച്ചു വീഴുകയാണ്. തോറ്റു പിന്മാറാൻ തയ്യാറാവില്ല. ആള് വീണ്ടും അതിനെ തകർക്കാനായിട്ട് അടുത്തേക്ക് ഓടിയെടുക്കും. അത് കണ്ട ആ ബീസ്റ്റ് ആണെങ്കിൽ വീണ്ടും മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, മാസ്റ്റർ ദയവ് ചെയ്ത് അവിടുന്ന് കടന്നു പോകും, അതിന് ഭയങ്കര പവറാണ്, നമുക്ക് അതിനോട് ഏറ്റുമുട്ടാനാവില്ല. എന്റെ അറ്റാക്കിലാണെങ്കിൽ ആ മാസ്റ്ററിന് നല്ല രീതിയിൽ പരിക്ക് പറ്റും. അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാരാണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും നൽകിയത്. ആക്ച്വലി അതിൽ ഒരാള് അത് നമ്മുടെ മാസ്റ്റർ റോഷിയാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ആ വലിയ ബീസ്റ്റിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമത്തില് അപമാനത്തില് അവിടുന്ന് കടന്നുപോയി. രണ്ട് അസിസ്റ്റന്റ്സിനും അത് നോക്കി നിൽക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും ഇവിടെ ഗോകു. അവനാണെങ്കിൽ ആ റഡാർ ചെക്ക് ചെയ്ത് മൊട്ടപ്പന്റെ കില്ലറിനെ അവനെ കണ്ടെത്താനായിട്ട് അങ്ങനെ ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഇവിടെ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. മാസ്റ്ററും ആളുടെ ഫ്രണ്ടും അവർ രണ്ടുപേരും പിരിഞ്ഞ് മാസ്റ്റർ ഒറ്റയ്ക്ക് ഒരു മൗണ്ടൈൻ്റെ കീഴിൽ വന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ദിവസം ആളുടെ ട്രെയിനിങ് മുൻപോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴായിരിക്കും അവരെ വിട്ടുപോയ അവരുടെ മാസ്റ്റർ ആൾ വീണ്ടും മാസ്റ്റർ റോഷിയെ തേടി അവന്റെ അരികിലേക്ക് വരിക. ഈ സമയം ബീസ്റ്റ് ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഒരുപാട് റാംപേജസ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം തിരികെ വന്ന എന്റെ മാസ്റ്റർ ആളാണെങ്കിൽ ആ ഒരു ബീസ്റ്റിനെ നശിപ്പിക്കാനുള്ള വലിയൊരു സീക്രട്ടുമായിട്ടാണ് തിരികെ എന്നിലേക്ക് വന്നത്. അദ്ദേഹം ആ ഒരു സീക്രട്ട് ഉപയോഗിച്ച് ആ ബീസ്റ്റിനെ അതിനെ വെല്ലുവിളിച്ചു. ആ ബീസ്റ്റ് ആണെങ്കിൽ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ആള് കണ്ടെത്തിയ ആ ഒരു സ്പെഷ്യൽ പവർ അതുപയോഗിച്ച് ബീസ്റ്റിന്റെ പവറിനെ മാസ്റ്ററിനെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹം ആ ഒരു ബീസ്റ്റിനെ ആ ഒരു പവർ ഉപയോഗിച്ച് മുഴുവനായിട്ട് സീൽ ചെയ്ത് ആ ഒരു ജാറിന്റെ അകത്തേക്ക് കയറ്റി. അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാൻ ഒരുപാട് പണിപ്പെട്ട് ഒരു ജാർ
ക്ലോസ് ചെയ്ത് അത് സീൽ ചെയ്തു. മറ്റുള്ളവരെ രക്ഷിക്കാനും ആ ഒരു ബീസ്റ്റിനെ ഇല്ലാതാക്കാനുമാണ് അദ്ദേഹത്തിന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തത്. മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ ആ ഒരു വലിയ ജാറ് അത് സീൽ ചെയ്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് അതിന് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. ഇപ്പൊ അതേ മോൺസ്റ്റർ ആണ് വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്നിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഞെട്ടും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടി വലിയൊരു താഴ്വരയിൽ എത്തുകയാണ്. അവൻ ഫ്ലൈങ് നിംബസിനെ വിളിച്ച് ഇപ്പൊ അതിൽ കയറി ആ റഡാർ ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് സ്പീഡിൽ പോവും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ എല്ലാവരോടും പറയും ഗോക്കു പോകുന്ന അപകടത്തിന്റെ ആ ഒരു വ്യാപ്തി അതെന്താണെന്ന് ഗോക്കുവിന് അറിയില്ല. എന്നെ കൊണ്ട് പോലും ആ ഒരു വലിയ ബീസ്റ്റിനെ തകർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ ആ ബീസ്റ്റിന്റെ കയ്യിൽ ഗോക്കു പെട്ടുപോയ അത് വലിയ അപകടമാണ്. കട്ട് ചെയ്ത ഇവിടെ വലിയൊരു പേടകം കാണിക്കും. ബീസ്റ്റ് ആണെങ്കിൽ അവൻ കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാമായിട്ട് ആ പേടകത്തിൽ അങ്ങനെ ഫ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അതിന്റെ തൊട്ട് പിന്നാലെ റഡാറിന്റെ സഹായത്താൽ അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മോൺസ്റ്ററിനോടൊപ്പം തന്നെ ആ ബീസ്റ്റും അവന്റെ ടീമുകളും ഉണ്ട്. ആ ബീസ്റ്റ് ആണ് അവനെ കടലിൽ നിന്ന് തുറന്നു വിട്ടത്. ഉണ്ടായിരുന്ന ജാറ് കണ്ടെത്തി അത് തുറന്നു വിട്ടത്. ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ മോൺസ്റ്ററിനോട് റിക്വസ്റ്റ് ചെയ്യും ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് അതുകൂടെ കണ്ടെത്താനായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. ബിസി ഷെഡ്യൂൾസ് അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ആ ഡ്രാഗൺ ബോൾസ് എല്ലാം തന്നെ ചേർത്ത് വെക്കുക എന്നത് നിങ്ങളെ കൊണ്ട് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. ആ ബീസ്റ്റ് ആണെങ്കിൽ ഒരു സ്വിച്ച് അമർത്തും. അടുത്ത നിമിഷം എന്തോ ഒന്ന് താഴേക്ക് വരികയാണ്. അതിലൂടെ ആ ഒരു ഡ്രാഗൺ ബോൾ മോൺസ്റ്ററിന്റെ അസിസ്റ്റന്റ് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിട്ട് ഇപ്പൊ കാണിക്കും. ഇവിടെ ആ ഒരു മോൺസ്റ്റർ അവനാണെങ്കിൽ ടെററായിട്ട് അവനെ സീൽ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബോക്സിലേക്ക് തന്നെ നോക്കും. എന്നെ ഇത്രയും കാലവും സീൽ ചെയ്ത് വെച്ചത് ഇതിലാണെന്ന് പറഞ്ഞ് അവൻ ആ ബോക്സ് അത് നശിപ്പിച്ചു കളയും. കട്ട് ചെയ്ത് ഇവിടെ മാസ്റ്ററിനെ കാണിക്കും. എത്രയും വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ മൊട്ടപ്പിന് പറ്റിയ അതേ കാര്യം തന്നെ നമ്മുടെ ഗോകുവിനും സംഭവിക്കും. അത് സംഭവിക്കാൻ പാടില്ല. തന്നെ സമയം ഒരുപാട് വൈകി നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ആ ഒറ്റകൾക്കെതിരെ പോരാടണം. എങ്കിൽ മാത്രമേ ഗോകുവിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയൂ. കട്ട് ചെയ്ത ഇവിടെ ഗോകുവിനെ കാണിക്കും. അവൻ ആ റഡാറിന്റെ സഹായത്താൽ ഇപ്പൊ ആ മോൺസ്റ്ററിന്റെ അസിസ്റ്റന്റിന്റെ തൊട്ടടുത്ത് എത്തുകയാണ്. അതിന്റെ കയ്യിൽ ആ ഡ്രാഗൺ ബോൾ ഉണ്ട്. ഗോകു ആണെങ്കിൽ അതിനെ കണ്ട് നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ മീ വിത്ത് മല്ലു എപ്പിസോഡ്.